ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് കോടതി വിധി പറഞ്ഞത്. മുൻപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. 2 കേസുകളിലും നൽകിയ ജാമ്യാപേക്ഷ 14-ാം തീയതി വിജിലൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ണൻ, പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് വീണ്ടും എത്തി. കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഇന്ന് എന്തായിരുന്നു പ്രധാനമായും ആവശ്യപ്പെട്ടത്? കോടതി ജാമ്യാപേക്ഷ തള്ളുന്നു എന്നതിനപ്പുറത്ത് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയുണ്ടായോ? ഇനിയുള്ള നാളുകളിലും ജയിലിൽ പത്മകുമാർ കിടക്കണം എന്നുള്ളതാണ് കോടതി വിധിയിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പ്രധാനമായും ഉണ്ടായ വാദങ്ങൾ എന്ന് പറയുന്നത് ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ചട്ടങ്ങൾ പാലിച്ചായിരുന്നില്ല എന്നുള്ളതായിരുന്നു. കാര്യം ഈ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ദ്വാരപാലക കേസിൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല, കുടുംബാംഗങ്ങളോട് സംസാരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പത്മകുമാറിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ മറുവാദം ഉന്നയിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് കൃത്യമായി ഈ കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചിരുന്നു. റിമാൻഡിൽ കഴിയുന്ന സമയത്ത് തന്നെയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ആ കോടതിയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ആ കോടതിയിലുണ്ടായിരുന്നു. മകനോട് സംസാരിക്കാനുള്ള അവസരം നൽകിയിരുന്നു. ഒപ്പം തന്നെ പത്മകുമാർ പറഞ്ഞത് ഈ കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. കുറേയേറെ നാളുകളായി താൻ ജയിലിൽ കഴിയുകയാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ആ വാദങ്ങളും പൂർണ്ണമായും പ്രോസിക്യൂഷൻ തള്ളി. ഈ 2 വാദങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല. ഇനി ഉയർന്ന കോടതികളെ സമീപിക്കുക, അതായത് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി പത്മകുമാറിന് മുന്നിലുള്ള ഒരു മാർഗം. എന്തായാലും ഇന്ന് വീണ്ടും അദ്ദേഹം ജയിലിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇന്ന് കോടതിയിലുണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും റിമാൻഡ് കാലാവധി തീരുകയായിരുന്നു. ഈ 2 ആൾക്കാരെയും കോടതിയിൽ എത്തിച്ചിരുന്നു. അവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. അടുത്ത ബുധനാഴ്ച, അതായത് 14-ാം തീയതിയാണ് ആ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാറിന് ജാമ്യമില്ല. പത്മകുമാറിന്റെ ജയിൽവാസം തുടരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യുകയും ചെയ്തു.